ഇത് വെള്ളിനേഴി എന്ന ഗ്രാമം. വടക്ക് തൂതപ്പുഴയും തെക്ക് കുളക്കാടൻ മലനിരകളും അതിരിടുന്ന ഗ്രാമം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രൊവിൻസിൽ മലബാർ ജില്ലയിലെ വള്ളുവനാട് താലൂക്കിലാണ് ഈ പഞ്ചായത്ത് ഉൾപ്പെട്ടിരുന്നത്. ശ്രീ തേലക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരി, കിഴക്കേപ്പാട്ട് ശിവരാമ മേനോൻ, OM നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ശ്രീമതി ദേവകി നരിക്കാട്ടിരി തുടങ്ങിയവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഈ ഗ്രാമം നൽകിയ സാരഥികളാണ്. സാംസ്കാരിക കേരളത്തിന് ഈ ഗ്രാമം സംഭാവന നൽകിയ അതുല്യ പ്രതിഭകളാണ് PT ഭാസ്കര പണിക്കരും ഇന്ത്യനൂർ ഗോപി മാസ്റ്ററും. കേരളത്തിലെ 991 പഞ്ചായത്തുകളിൽ കലാഗ്രാമമായി തിരഞ്ഞെടുത്ത ഏക പഞ്ചായത്ത് വെള്ളിനേഴിയാണ്. അത്രമേൽ കലകളെ സ്നേഹിക്കുന്നവരാണ് ഇവിടുത്തുകാർ. അതിന് ഏറ്റവും വലിയ തെളിവാണ് 5 പത്മ അവാർഡുകൾ. കലാരംഗത്ത് 5 പത്മ അവാർഡുകൾ നേടിയ മറ്റൊരു ഗ്രാമം ഇന്ത്യയിൽ കാണാനിടയില്ല. മറ്റൊരിടത്തും കാണാത്ത കഥകളി കോപ്പ് നിർമ്മാണം ശ്രീ കോതാവി രാമൻകുട്ടി ആശന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ അടയ്ക്കാപുത്തൂരിലെ വാൽക്കണ്ണാടി ശില്പി ഹരിഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള വിഗ്രഹ നിർമ്മാണത്തിനും ഈ ഗ്രാമം പേരുകേട്ടതാണ്. സാംസ്കാരിക കേരളത്തിനെന്നും അഭിമാനമാണ് വള്ളുവനാടിന്റെ വെള്ളിനേഴി എന്ന ഈ കലാഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും 143 വർഷത്തോളമായി നിലകൊള്ളുന്ന സ്ഥാപനമാണ് AUP സ്കൂൾ അടയ്ക്കാപുത്തൂർ. 143 വർഷം മുമ്പ് ചെറിയ രീതിയിൽ കുടിപ്പള്ളിക്കൂടമായി 1876 ഈ വിദ്യാലയം പ്രവർത്തനമാരംഭിച്ചു. 57 വർഷത്തിനു ശേഷം 1933 തേനേഴി മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൽ ഈ വിദ്യാലയം അപ്പർ പ്രൈമറിയായി ഉയർത്തി 5ാം തരം നിലവിൽ വന്നു. 23 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം 1957 6ാം തരവും 1958 7ാം തരവും 1959 8ാം തരവും ആരംഭിക്കാനുള്ള അനുമതി സർക്കാർ നൽകി. സി ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കും ബാലകൃഷ്ണൻ നായർക്കും ശ്രീമതി ലീലാവതി ടീച്ചർക്കും ശേഷം ശ്രീ വത്സൻ മഠത്തിൽ ആണ് ഇപ്പോഴത്തെ മാനേജർ. 1 മുതൽ 7 വരെ 23 ഡിവിഷനുകളിലായി 30 അധ്യാപകേതര ജീവനക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. സംസ്കൃതം, അറബിക്, ഉറുദു, കായികം മുതലായവയ്ക്ക് പ്രത്യേകം അധ്യാപകർ ഇവിടെയുണ്ട്. ശ്രീമതി K സരള ടീച്ചറാണ് ഇപ്പോഴത്തെ പ്രധാനാധ്യാപിക. നിരവധി പ്രഗത്ഭരെ ഈ സ്കൂൾ വാർത്തെടുത്തിട്ടുണ്ട്. അവരിൽ ചിലരാണ് PT ഭാസ്കര പണിക്കരും കലാമണ്ഡലം പത്മവിഭൂഷൺ രാമൻകുട്ടി നായരും. ഈ സ്കൂളിൻ്റെ അങ്കണത്തിലെത്തിയ പ്രമുഖരിൽ ചിലരാണ് BR കൃഷ്ണ അയ്യരും EMS നമ്പൂതിരിപ്പാടും മലയാറ്റൂർ രാമകൃഷ്ണനും PT ഭാസ്കര പണിക്കരും. വരും തലമുറയെ സ്വാഗതം ചെയ്തുകൊണ്ട്
ഈ വിദ്യാലയത്തിന്റെ വാതായനങ്ങൾ കാത്തിരിക്കുന്നു. അനുബന്ധിച്ചുള്ള മലയാളം അസംബ്ലിയാണ് ഇന്നത്തെ ചില പരിപാടികൾ. നമ്മുടെ വിദ്യാലയത്തിന്റെ സർവ്വതോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന മുരളീധരൻ മാഷ് ഈ വർഷം ഔപചാരികമായി ഇവിടെ നിന്നും പിരിയുകയാണ്. തുടർന്നും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാവും എന്ന കാര്യം നിസ്സംശയമായി പറയാവുന്നതാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഈ വിദ്യാലയത്തെ പരിപോഷിപ്പിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. വിദ്യാർത്ഥിയായും അധ്യാപകനായും മാനേജരായും വ്യത്യസ്ത വേഷങ്ങളിൽ ഈ വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ പങ്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. വിദ്യാരംഭം കുറിച്ച നാൾ മുതൽ അദ്ദേഹത്തിന്റെ ചിന്തകളിലും പ്രവൃത്തികളിലും ഈ വിദ്യാലയം തന്നെയായിരുന്നു ഒന്നാമത്. മാനേജരായും അധ്യാപകനായും പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ കാലടികളെ പിന്തുടർന്ന് അദ്ദേഹവും നിസ്തൂലമായ സേവനം ഈ വിദ്യാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഔപചാരികമായിട്ടാണ് വിദ്യാലയത്തിൽ നിന്നും പോകുന്നതെങ്കിലും ആ വിടവ് നികത്താൻ ഈ വിദ്യാലയത്തിന് കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അധ്യയന വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ ഒരു ആസൂത്രണ യോഗം മെയ് മാസത്തിൽ തന്നെ ചേരുകയും നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഞങ്ങളുടെ വിദ്യാലയം നടപ്പിലാക്കിയത്. അതിലെ പ്രധാന തീരുമാനമായിരുന്നു ഈ വിദ്യാലയത്തിൽ നിന്ന് പുറത്തു പോകുന്ന മുഴുവൻ കുട്ടികൾക്കും എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1ാം തരം മുതൽ 7ാം തരം വരെയുള്ള മുഴുവൻ കുട്ടികളെയും പഠന നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പുകളായി തിരിച്ച് അവർക്ക് നൽകുന്ന പ്രവർത്തന പാക്കേജുകൾ തയ്യാറാക്കി പരിശീലനം നൽകി. ഇതുപോലുള്ള മറ്റു പ്രവർത്തനങ്ങളും വളരെ ആത്മാർത്ഥമായി തന്നെ ഞങ്ങളുടെ വിദ്യാലയം ഏറ്റെടുത്തു. അതിനു വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും മാനേജർ, PTA, നാട്ടുകാർ, പഞ്ചായത്ത്, BRC, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തുടങ്ങിയവയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള എല്ലാവിധ അവസരങ്ങളും സാഹചര്യങ്ങളും ഞങ്ങളുടെ വിദ്യാലയത്തിന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവേശനോത്സവത്തോടെ
2018-19 അധ്യയന വർഷത്തിന് നാന്ദി കുറിച്ചു. വാർഡ് മെമ്പർ ശ്രീമതി ഷീബയുടെ നേതൃത്വത്തിൽ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേരുകയും മധുരപലഹാര വിതരണത്തോടെ നവാഗതരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. തുടർന്ന് യൂണിഫോം വിതരണം, ടെക്സ്റ്റ് ബുക്ക് വിതരണം, കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറി. പ്രസ്തുത ചടങ്ങിൽ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചുപോയ A+ വിജയികളെയും LSS വിജയികളെയും അനുമോദിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനം സമുചിതമായി ആഘോഷിച്ചു. ഹെഡ് മിസ്ട്രസ് സരള ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിസ്ഥിതി ദിനാഘോഷം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ കുട്ടികൾക്ക് വൃക്ഷത്തൈ നൽകി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്കൂൾ വളപ്പിൽ പ്ലാവിൻ തൈ നട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ K. രാമൻകുട്ടി മാസ്റ്റർ പച്ചക്കറി വിത്തിന്റെ ഉദ്ഘാടനവും പോലീസ് ഓഫീസർ ശ്രീ പ്രമോദ് സാർ ലവ് പ്ലാസ്റ്റിക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കൃഷി ഓഫീസർ ശ്രീ ഷിബു പരിസ്ഥിതി ദിന സന്ദേശം നൽകി. തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുത്തു. കൂടാതെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി വിളംബര ജാഥ, ക്വിസ് മത്സരം, ഉപന്യാസ മത്സരം, ചിത്രരചനാ മത്സരം, പോസ്റ്റർ നിർമ്മാണം, പച്ചക്കറി വൃക്ഷത്തൈ വിതരണം മുതലായവ നടത്തി. ജീവന്റെ ഉറവിടമായ ഭൂമിയോടും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയോ ഈ വർഷത്തെ PTA ജനറൽ ബോഡി യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളുടെ അവലോകനവും ഈ വർഷം നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളുടെ പദ്ധതി രേഖയും തയ്യാറാക്കി. കഴിഞ്ഞ 3 വർഷമായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച PTA പ്രസിഡന്റ് ശ്രീ അബു താഹിറിനെ ആദരിക്കുകയും പുതിയ പ്രസിഡന്റായി ശ്രീ KT വാസുദേവനെയും വൈസ് പ്രസിഡന്റായി ശ്രീ നാരായണൻകുട്ടിയെയും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ആര്യഭടീയ ദിനത്തോടനുബന്ധിച്ച് ക്ലാസ് തല ക്വിസ് മത്സരം, ചാർട്ട് മത്സരം, ഗണിതശാസ്ത്രജ്ഞരെ പരിചയപ്പെടൽ തുടങ്ങിയ മത്സരങ്ങൾ നടക്കുകയുണ്ടായി. ഈ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ മിതമായ വിലയ്ക്ക് ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ ഹോണസ്റ്റി ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. കണക്കുകൾ കൈകാര്യം ചെയ്യുക, റെക്കോർഡ് സൂക്ഷിക്കുക, മിതവ്യയം ശീലിക്കുക മുതലായ കാര്യങ്ങൾ ഗണിത ക്ലബിന്റെ സ്കൂൾ തല നേതൃത്വത്തിൽ നടന്നു.
ലോകകപ്പ് ഫുട്ബോളിനെ തുടർന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്കൂൾ തലത്തിൽ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു. 16ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വന്തമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഹലോ ഇംഗ്ലീഷ് പരിപാടി ഈ വിദ്യാലയത്തിലെ 1 മുതൽ 7 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ചു. ജൂൺ, ജൂലൈ മാസങ്ങളിൽ മൊഡ്യൂൾ പ്രകാരം കളി, പാട്ട്, അഭിനയം, കഥ തുടങ്ങിയവയിലൂടെ ഇംഗ്ലീഷ് പഠനം ലളിതമാക്കുകയും തുടർന്ന് അതിലൂടെ പാഠഭാഗങ്ങൾ മുന്നോട്ടു പോവുകയും ഈ വിദ്യാലയത്തിന്റെ പ്രിയപ്പെട്ട കായിക അധ്യാപകനായ ബാബു മാഷ് നമ്മെ വിട്ടുപിരിഞ്ഞ് 1 വർഷം തികയുന്ന ഈ ദിനത്തിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അധ്യാപകരും രക്ഷിതാക്കളും ബാബു മാസ്റ്ററെ അനുസ്മരിച്ച് സംസാരിച്ചു. സ്കൂൾ തല വർക്ക് എക്സ്പീരിയൻസ് മേള ആഗസ്റ്റ് 1 നടന്നു. 25 ഇനങ്ങളിലായി 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. LP തലത്തിലും UP തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് സമ്മാനദാനം നൽകി. ഈ വർഷത്തെ സ്കൂൾ സ്പോർട്സ് കുളക്കാട് തണ്ണീർപന്തൽ ഗ്രൗണ്ടിൽ വെച്ചു നടന്നു. LPയിൽ നിന്നും UPയിൽ നിന്നുമായി ഏകദേശം 200ഓളം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയികളായവർക്ക് സമ്മാനം നൽകുകയും ചെയ്തു. കുട്ടികളിൽ നന്മയും സഹാനുഭൂതിയും വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ അവശരും അശരണരുമായവരെ സഹായിക്കുന്നതിനു വേണ്ടി പെയിൻ ആൻഡ് പാലിയേറ്റുമായി സഹകരിച്ച് ഭക്ഷ്യധാന്യങ്ങൾ സ്വരൂപിച്ചു. സ്കൂളിനകത്തും പുറത്തുമായി സ്വരൂപിച്ചു നൽകിയ തുക പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി. കൂടുതൽ തുക സമാഹരിച്ചതിനുള്ള ട്രോഫിയും നമ്മുടെ സ്കൂൾ നേടിയെടുത്തു. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനുള്ള ചികിത്സാ ചെലവിലേക്ക് ഒരു വലിയ തുക നൽകാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ പ്രളയബാധിതരെ സഹായിക്കുന്നതിനായി പഞ്ചായത്തിലേക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും കുട്ടികളാൽ കഴിയുന്ന സഹായം എത്തിക്കാൻ സാധിച്ചു. പുറമെ ഈ വിദ്യാലയത്തിലെ ഭൂരിപക്ഷം അധ്യാപകരും അവരവരുടെ 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി. ഈ വിദ്യാലയത്തിലെ 6ാം ക്ലാസ്സിൽ നിന്നും 3 കുട്ടികൾ ന്യൂമാക്സ് പരീക്ഷ എഴുതുകയുണ്ടായി. രശ്മി കെ സബ് ജില്ലാതല വിജയിയായി ജില്ലാതലത്തിൽ നടന്ന പരീക്ഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. കൂടാതെ അറബിക് മാസിക നിർമ്മാണത്തിലും ആലിഫ് ക്യൂസിലും നമ്മുടെ വിദ്യാലയത്തിന് 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി.
സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് 14 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 2 കുട്ടികൾ സ്കോളർഷിപ്പ് നേടിയെടുക്കുകയും ചെയ്തു. ഈ അധ്യയന വർഷവും മികച്ച കുട്ടികളെ തെരഞ്ഞെടുത്ത് LSS USS പരിശീലനം നൽകി വന്നു. ഈ വിദ്യാലയത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വായനാനുഭവം ലഭിക്കുന്നതിനു വേണ്ടി 5 ദേശാഭിമാനി പേപ്പർ സ്കൂൾ മാനേജർ ശ്രീ വത്സൻ മഠത്തിൽ സ്പോൺസർ ചെയ്യുകയുണ്ടായി. ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിൽ ഈ വിദ്യാലയത്തിലെ 4 കുട്ടികൾ സബ് ജില്ലാ തലത്തിൽ മത്സരിക്കുകയും UP വിഭാഗത്തിലെ ആര്യയും രശ്മിയും ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ വർഷത്തെ സ്കൂൾ കലോത്സവം അതിഗംഭീരമായി നടന്നു. 30 ഇനങ്ങളിലായി 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും വിജയികളായവർക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ഹൗസ് അടിസ്ഥാനത്തിലായിരുന്നു മത്സരം. വാശിയേറിയ മത്സരത്തിൽ വിജയികളായവർക്ക് റോളിംഗ് ട്രോഫി നൽകി. രണ്ടാം പാദവാർഷിക പരീക്ഷയ്ക്കു ശേഷം ക്രിസ്തുമസ് ആഘോഷം നടത്തി. പുൽക്കൂട് നിർമ്മാണം, ക്രിസ്തുമസ് അപ്പൂപ്പനെ ഒരുക്കൽ, ക്രിസ്തുമസ് ആഘോഷ റാലി മുതലായവയും സംഘടിപ്പിച്ചു. അതിനുശേഷം ബിരിയാണിയോടുകൂടി ഉച്ചഭക്ഷണം നൽകി. എല്ലാ വർഷവും ഫുട്ബോൾ മത്സരത്തിൽ മികവ് തെളിയിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. ഈ വർഷം ജനാർദ്ദനൻ മാഷുടെ നേതൃത്വത്തിൽ നല്ലൊരു ഫുട്ബോൾ ടീമിന് പരിശീലനം നൽകി വരുന്നുണ്ട്. കച്ചേരിക്കുന്ന് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന മത്സരത്തിൽ സെമിയിലെത്തുകയും സബ് ജില്ലാതല ഫുട്ബോൾ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയം 1ാം സ്ഥാനം നേടുകയും ചെയ്തു. ഈ അധ്യയന വർഷം 3 പഠനയാത്രകളാണ് സംഘടിപ്പിച്ചത്. കൊച്ചി മെട്രോ, മറൈൻ ഡ്രൈവ്, ബോൾഗാട്ടി പാലസ്, ലുലു മാൾ എന്നിവിടങ്ങളിലേക്ക് നടത്തിയ യാത്രയിൽ 110 വിദ്യാർത്ഥികളും 16 അധ്യാപകരും പങ്കെടുത്തു. കൂടാതെ LP വിഭാഗത്തിൽ നിന്ന് കോഴിക്കോട് ബീച്ച്, പ്ലാനറ്റോറിയം മുതലായ സ്ഥലങ്ങളിലേക്ക് നടത്തിയ പഠനയാത്രയിൽ 35 വിദ്യാർത്ഥികളും 10 അധ്യാപകരും പങ്കെടുത്തു. പിന്നീട് പറമ്പിക്കുളത്തേക്കായിരുന്നു പഠനയാത്ര. 7 അധ്യാപകരും 42 വിദ്യാർത്ഥികളും ഇതിൽ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 14-15 തീയതികളിലായി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തി. 1 മുതൽ 7 വരെ ക്ലാസുകളിലെ എല്ലാ ഡിവിഷനുകളിലെയും കുട്ടികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി. ഇംഗ്ലീഷ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് ചെർപ്പുളശ്ശേരി BRCയിലെ ട്രെയിനർ ശ്രീ രവി മാഷ ആയിരുന്നു. ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റ് ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തി. 1000-ലധികം നാടൻ വിഭവങ്ങൾ ഒരുക്കിയ മേളയിൽ എല്ലാ കുട്ടികളുടെയും സജീവ പങ്കാളിത്തം ഉണ്ടായി.
ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഒരുക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് ക്യാഷ് അവാർഡും നൽകുകയുണ്ടായി. കൂടാതെ LP വിഭാഗത്തിലും നല്ല രീതിയിൽ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തത്തോടെ ഫുഡ് ഫെസ്റ്റ് നടത്തി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ക്ലാസ് തല മത്സരങ്ങളും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. തുടർന്ന് സ്കൂൾ തലം അവതരണവും പ്രദർശനവും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടക്കുകയുണ്ടായി. പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ശ്രീ KT ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. നവംബർ 14 നടത്തിയ പുരാവസ്തു കാർഷിക ഉൽപ്പന്ന വിത്തുശേഖരണ മേളയിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. LP വിഭാഗത്തിലും UP വിഭാഗത്തിലും 1, 2, 3 സ്ഥാനം നേടിയവർക്ക് ക്യാഷ് അവാർഡ് നൽകി. സ്കൂൾ തലത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പഠന നിലവാരത്തിൽ മുന്നിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി വന്നിട്ടുണ്ട്. ഈ വർഷം BRCയുടെയും SSAയുടെയും നേതൃത്വത്തിൽ മലയാള തിളക്കം, ഗണിത വിജയം മുതലായവയിലൂടെ കുട്ടികളെ നല്ല നിലവാരത്തിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 12 ദിവസം നീണ്ടുനിന്ന ഗണിത വിജയം പരിപാടിക്ക് നേതൃത്വം നൽകിയത് BRCയിലെ ട്രെയിനർമാരും ഗണിത അധ്യാപകരും ആയിരുന്നു. ഈ വിദ്യാലയത്തിലെ 6ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഹിന്ദി ഭാഷയിൽ കൂടുതൽ മികവ് നേടാനുതകുന്ന സുരീലി ഹിന്ദി പരിപാടി നമ്മുടെ വിദ്യാലയത്തിൽ നടന്നു. കളികളിലൂടെയും അഭിനയത്തിലൂടെയും ഹിന്ദി കൈകാര്യം ചെയ്യാനുതകുന്ന രീതിയിലായിരുന്നു പരിപാടി. IT അധിഷ്ഠിത പഠനത്തിന്റെ ഭാഗമായി ആഴ്ചയിലൊരിക്കൽ ഒരു മുഴുവൻ ദിവസം IT ക്ലാസ് ലഭിക്കുന്നതിനു വേണ്ടി 3 സ്മാർട്ട് ക്ലാസുകളും
8 കമ്പ്യൂട്ടറുകൾ ഉള്ള ഒരു കമ്പ്യൂട്ടർ ലാബും നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. മണ്ണ്, വായു, ജലം, ഭക്ഷണം എന്നീ അടിസ്ഥാന ആവശ്യങ്ങളുടെ സുസ്ഥിരമായ ലഭ്യതയാണ് ജീവന്റെ നൈരന്തര്യം നിലനിർത്തുന്നത്. ഇവയുടെ ലഭ്യത അനിശ്ചിതത്വത്തിലാകുന്നു എന്നതാണ് വരും തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആധിക്ക് കാരണം. ഇതിനായി മാതൃഭൂമി സീഡ് പദ്ധതിയിലൂടെ കഴിഞ്ഞ 9 വർഷമായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് നമ്മുടെ വിദ്യാലയം. ഇതിന്റെ ഭാഗമായി സഹ്യാദ്രി സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ സീഡ് പോലീസ്, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, പൊതുകുളം ശുചിയാക്കൽ, ജൈവ പച്ചക്കറി കൃഷി, ഔഷധത്തോട്ടം, ശലഭോദ്യാനം, പൂന്തോട്ടം, ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ലവ് പ്ലാസ്റ്റിക്, വേസ്റ്റ് പ്ലാസ്റ്റിക് ശേഖരിച്ച് തരം തിരിച്ച് മാതൃഭൂമിക്കും പഞ്ചായത്തിനും കൈമാറൽ, ശുചീകരണം, സ്കൂൾ വളപ്പിലും പൊതുസ്ഥലങ്ങളിലും കുളക്കാടൻ മലയിലും നാടൻ മാവ്, മറ്റ് ഫലവൃക്ഷത്തൈകൾ നട്ടു സംരക്ഷിക്കൽ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പ്, സ്വയം തൊഴിൽ പരിശീലനം, കാരുണ്യ പ്രവർത്തനങ്ങൾ, വേറിട്ട പ്രവർത്തനങ്ങൾ, സീഡ് റിപ്പോർട്ടർ എന്നീ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷമായി ഒട്ടേറെ പരിസ്ഥിതി അവാർഡുകൾ നമ്മുടെ വിദ്യാലയത്തിനാണ്. ഈ വർഷവും സീഡ് പ്രവർത്തനങ്ങൾക്ക് മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ തലത്തിൽ 1ാം സ്ഥാനവും 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ലഭിക്കുകയുണ്ടായി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നമ്മുടെ സ്കൂൾ മാനേജരുടെയും തുല്യ പങ്കാളിത്തത്തോടെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു പാചകപ്പുരയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ സുമനസ്സുകൾക്കും സ്കൂളിൻ്റെ കൃതജ്ഞത അറിയിക്കട്ടെ. വർഷത്തേക്ക് എത്തി നോക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന് തുടർന്നുള്ള വർഷങ്ങളിലും മാനേജറുടെയും നാട്ടുകാരുടെയും PTA-യുടെയും BRC പഞ്ചായത്ത് എല്ലാവരുടെയും പരിപൂർണ സഹകരണം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ സാദരം സമർപ്പിക്കുന്നു.